പേഴ്സണൽ ഹൈജീൻ അഥവാ വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട്. അത് എന്താണ് എന്ന് നമുക്കറിയാം. നാം പല്ല് ക്ലീൻ ചെയ്യുന്നു, കുളിക്കുന്നു, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, നഖം വെട്ടി വൃത്തിയാക്കുന്നു. എന്തുകൊണ്ടാണ് നാം ഇതൊക്കെ ചെയ്യുന്നത്? ഇവയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരം ഡേർട്ടിയാകും, ബാഡ് സ്മെല്ലുണ്ടാകും, ഇൻഫെക്ഷൻ പോലും വരാനുള്ള സാധ്യതയുണ്ടാകും. എന്നാൽ ഇമോഷണൽ ഹൈജീനെക്കുറിച്ച് കുറച്ച് പേർ മാത്രമേ സംസാരിച്ച് കേൾക്കുന്നുള്ളൂ. നമ്മുടെ വീട് നാം ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കാറില്ലേ? ഇല്ലെങ്കിൽ അത് പൊടി കൊണ്ട് മൂടും. അതുപോലെ നമ്മുടെ മനസ്സും ഇടയ്ക്കൊന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ ടോക്സിക് വേസ്റ്റ് കൊണ്ട് നിറയും. നിങ്ങളുടെ മനസ്സ് ഓരോ ദിവസവും ഇമോഷണൽ ഡേർട്ട് ശേഖരിക്കുന്നുണ്ട്. അതായത് ജോലിസ്ഥലത്തെ സ്ട്രെസ്സ്, അടക്കി വച്ചിരിക്കുന്ന ദേഷ്യം, പറയാൻ പറ്റാത്ത ചില നിരാശകൾ മുതലായവ. ഇവയെല്ലാം ശേഖരിച്ച് അവസാനം അവ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കാൻ തുടങ്ങും. അവയൊന്നും ക്ലീൻ ആക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കൂ. നമ്മുടെ ശരീരത്തിലെ പോലെ മനസ്സിലെ ഇത്തരം വികാരങ്ങളും ചില ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്, നംബ്നെസ് തുടങ്ങിയ ലക്ഷണങ്ങൾ. അതിനാൽ ഇമോഷണൽ ഹൈജീൻ അത്യാവശ്യമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ വർഷത്തിലൊരിക്കലോ അല്ല ഇത്തരം ക്ലീനിങ് വേണ്ടത്. അത് റെഗുലറായി ചെയ്യണം. നമ്മുടെ വീടും പരിസരവും ഒക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡീപ്പ് ക്ലീൻ ചെയ്യില്ലേ? അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട 5 പ്രധാനപ്പെട്ട ഇമോഷണൽ ഹൈജീൻ ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇത് നിങ്ങളെ ലൈറ്ററാക്കും, ക്ലിയറാക്കും, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവും തരും. 1. എല്ലാ ആഴ്ചയിലും 10 മിനിറ്റ് ഒന്നിരുന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ ആഴ്ചയിൽ എന്നെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന്. ദേഷ്യമോ, ദുഃഖമോ, നാണക്കേടോ, കൺഫ്യൂഷനോ ഒക്കെ ആവാം. ഒന്ന് ചിന്തിച്ചിട്ട് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫൊർഗീവ് ചെയ്യുക. അത് മനസ്സിൽ കൊണ്ട് നടക്കരുത്. 2. മൂമെൻ്റ് റീസെറ്റാണ്. എല്ലാ ഇമോഷൻസും സംസാരത്തിലൂടെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ഇമോഷൻസ് റിലീസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സൈൽ ചെയ്യാൻ പറ്റുന്ന പാട്ട്, ഡാൻസ്, തനിയെയുള്ള നടത്തം, സ്ട്രെച്ചസ് എന്നിങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുക. നിങ്ങളുടെ ബോഡിയെ ഒന്ന് ഷേക്ക് ചെയ്യിക്കുക എന്നർത്ഥം. എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഇമോഷൻസിനെ ഷേക്ക് ഔട്ട് ചെയ്യുക. 1. ഇമോഷണൽ ബൗണ്ടറീസ്. നിങ്ങളുടെ ഇമോഷൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുക. ഒരു എക്സ്പ്ലനേഷനോ ഗിൽറ്റോ ഒന്നുമില്ലാതെ അങ്ങനെയുള്ളവരോട് നോ പറയാൻ കഴിയണം. 4. ഇമോഷണൽ ചെക്ക് ഇൻ ജേണൽ. ഓരോ ആഴ്ചയിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഏത് കാര്യമാണ് ഞാൻ ഒഴിവാക്കേണ്ടത്? അല്ലെങ്കിൽ എന്ത് ഫീലിങ്സാണ് ഞാൻ മാറ്റേണ്ടത്? ഏതാണ് ഞാൻ സ്വയം അംഗീകരിക്കേണ്ടത്? ഇവയ്ക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങൾ എഴുതുക. 5. സെൽഫ് സൂത്തിങ് റിച്വൽ. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കൈൻഡായിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ട് ആ ദിവസം അവസാനിപ്പിക്കുക. ഫോണോ സ്ക്രീനോ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നിശബ്ദമായി ഇരിക്കുകയോ, ജേർണലിംഗ് നടത്തുകയോ, ഒരു പാട്ട് ആസ്വദിക്കുകയോ എന്തുമാകാം. ഇത് മതി ആ ഒരാഴ്ച മുഴുവൻ നിങ്ങളെ റീസെറ്റ് ചെയ്യാൻ. മേൽപ്പറഞ്ഞവയിൽ 1-2 ഹാബിറ്റ്സ് എങ്കിലും ദിവസേന പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, പേഴ്സണൽ ഹൈജീൻ പോലെ ഇമോഷണൽ ഹൈജീനും നിങ്ങളെ ഹെൽത്തിയായും
സ്ട്രോങ് ആയും ലൈറ്ററായും മാറ്റുമെന്ന്. താങ്ക് യു. ഒരറിവും ചെറുതല്ല.